ഗൈസ്, അപ്പം നമുക്ക് ബബ്ബ ട്രെയിലർ നമുക്ക് കാണാം. അപ്പം നല്ല ഒരു എക്സ്പെക്റ്റേഷൻ നമുക്ക് ഈ സിനിമയിലൂടെ ഉണ്ട്. ദിലീപേട്ടൻ്റെ ഈ കേസൊക്കെ നമുക്കറിയാലോ. അപ്പം നമുക്ക് എന്തായാലും സിനിമ ആണ്. ഞാൻ എന്തായാലും ടി വിയിലാണ് വെച്ചേക്കണേ, പക്ഷെ വീഡിയോ കാണുമ്പോൾ ഈ സൈഡിലൊക്കെ ആയിട്ട് ഉണ്ടാവുമായിരിക്കും. ഓക്കെ, അപ്പം നമുക്ക് തുടങ്ങല്ലേ? നമസ്കാരം. നിങ്ങൾക്ക് എന്നെ മനസ്സിലായി കാണും. കാരണം ഇപ്പൊ ഈ നാട്ടിലെ മുക്കിലും മൂലയിലും വരെ എന്റെ മുഖചിത്രമാണ്. മീശാണി നമ്മളൊരാളുടെ തല പിടിച്ചതിന് ശേഷം നമ്മളിങ്ങനെ തണ്ണിമത്ത കെട്ടിയും പോലെ ഗണ്ണ് അത് കൊള്ളാലോ. അത് I will take you to the miraculous universe of the most wanted person you're searching for. Flashback போற மாதிரியே இருக்குது. ആ പുള്ളിയുണ്ട്, ആ പുള്ളിനെ എനിക്ക് ഇഷ്ടമല്ല. ആ പുള്ളിനെ ഞാൻ ഒരു മറ്റേ ഡോക്ടർ സിനിമയില് ഇത് മറ്റേ വണ്ടിയില്ലേ, ഇത് ദിലീപേട്ടന്റെ മറ്റേ സ്റ്റേഡിയം മുസിലെ വണ്ടിയില്ലേ ഇത്. ഇങ്ങനെ അടിച്ച ആ വണ്ടിയില്ലേ ഇത്. എല്ലാം പെട്ടേന്ന് പോണു. ഇത് ഞാൻ അലക്ക് വീണ്ടും സന്ധിക്ക് വരയ്ക്കും വണക്കം എന്ന് സാധാരണക്കാരൻ. അതാരി സാധാരണക്കാരൻ. അതിപ്പോ പറയാൻ കഴിയില്ല. ജനങ്ങളും ഇപ്പൊ പറയാൻ കഴിയില്ല. അത് മറ്റേ ആ സിനിമയിലത്തെ പോലെ ഇല്ലേ, മറ്റേ പണ്ടത്തെ ഇവരെ പണ്ടത്തെ സാധനം വെച്ചിട്ടുണ്ടല്ലോ. മുകുന്ദനുണ്ണി പറഞ്ഞിട്ടുണ്ട്. പിന്നെ എനിക്കൊരു സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയാനുണ്ട്. എന്താണ് സാർ? പക്ഷെ ഇപ്പൊ പറയാൻ പറ്റില്ല ആ സാധനം. മുഴുവനും നിനക്ക് വേണ്ടി ആർപ്പൊളിക്കണം. എല്ലാവരുടെയും കണ്ണുകളിൽ നീ മിന്നി മിന്നി തിളങ്ങണം. ഇതവന്റെ ഒടുക്കത്തെ കളിയാ. ഇതോടെ അവന്റെ ഷോയ്ക്ക് ഞാൻ കാർസ്റ്റൺ ഇടും. അതായിരുന്നു ഞാൻ കാത്തിരുന്ന എന്റെ കംബാക്ക് മൊമെന്റ്. കംബാക്ക് അത് തന്നെയാണ് കംബാക്ക്. ചായയിലോട്ട് മറ്റേ ചായ എടുത്ത് പോക്കറ്റിലോട്ട് കംബാക്ക്. സത്യം താൻ കടമയെ ചെയ്യും. അവനും അണ്ണനും ഒരുമിച്ച് ചെയ്ത കാര്യങ്ങൾ അതൊരൊന്നൊന്നര കാലമായിരുന്നു. മോഹൻലാൽ ഉണ്ടെന്ന് കേട്ടാർന്ന്. ലുക്ക് ഉണ്ടാണോ പുള്ളിയുടെ? ലുക്ക് ഉണ്ടോ? മോഹൻലാൽ ലുക്ക് ഉണ്ടോ അതിനകത്തത്? സത്യം താൻ കടമയെ ചെയ്യും. അവനും അണ്ണനും ഒരുമിച്ച് ചെയ്ത കാര്യങ്ങൾ അതൊരൊന്നൊന്നര കാലമായിരുന്നു. ഏതാ ഫ്രെയിം, ഏതാ പുള്ളിയുടെ ഒരു എന്താ പറയണ്ടേ, പുള്ളി ആ കണ്ട കേസ് അത് ഇങ്ങനെ ചെരിഞ്ഞ് പുള്ളിയുടെ അതൊക്കെ തിയേറ്ററിൽ കണ്ട എന്നെ ഫീൽ ആയിരിക്കൂലേ. മതിയാ. இந்த நட போதுமா, இன்னும் கொஞ்சம் வேணுமா? മോനെ ബ്രേക്ക്ഫാസ്റ്റിന് ഫ്രൂട്ട്. കൊള്ളാം, സൂപ്പർ ഡാൻസ് ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു അവരുടെ മോഹൻലാലിന്റെ ദിലീപിന്റെ. കുറെ നാളായില്ലേ അവരെ രണ്ടുപേരും ഇങ്ങനെ ഫ്രെയിമിലൊക്കെ കണ്ടിട്ട്. ഞാൻ ഒന്ന് തിയേറ്ററിൽ അവരുടെ രണ്ടൊരു സിനിമ ഒന്നും കണ്ടിട്ടില്ല. അത് എൻ്റെ ഇത് കുഴപ്പം. നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടാവുമായിരിക്കും. മോഹൻലാലിൻ്റെയും മറ്റേ ദിലീപിൻ്റെയും ഒന്നിച്ചുള്ള സിനിമ തിയേറ്ററിൽ ആരെങ്കിലും കണ്ടിട്ടുണ്ടാവുമോ? ഞാൻ കണ്ടിട്ടില്ല. അത് പണ്ടൊന്നും ഞാൻ പോയിട്ടില്ല തിയേറ്ററിലൊന്നും.
ഗൈസ് ഇത് കിഡിലായിരിക്കും ഗൈസ്. കിഡിലും നമുക്കൊരു എക്സ്പെക്ടേഷൻ വെക്കാം. അയ്യോ ലാസ്റ്റ് ട്രെയിലർ അത്രയും മറ്റേ ദിലീപ് വന്നിട്ട് ലാസ്റ്റ് മോഹൻലാൽ തൂക്കി. മോഹൻലാൽ കണ്ടപ്പോൾ എൻ്റെ പൊന്നി മോഹൻലാലൊക്കെ തിയേറ്റർ കാണിച്ച് തന്നെ ആയിരിക്കില്ലേ ഈ സിനിമയിൽ. ബീജിമും കൊള്ളാം. ഇനി വല്ല ചേട്ടൻ്റെ അനിയൻ്റെ പാസം വല്ല ആണോ എന്ന് എനിക്കറിയത്തില്ല കേട്ടോ. വല്ല ഇങ്ങനെ പോയിട്ട് മോഹൻലാൽ മരിച്ചു പോയിട്ട് മോഹൻലാലിന് കൊന്നവരെ പ്രതികാരം ചെയ്യാൻ പറ്റൂ അങ്ങനത്തെ ഒക്കെ ആണെങ്കിൽ അറിയത്തില്ല, നമുക്കറിയത്തില്ല. എന്തായാലും അവരുടെ ഡാൻസ് ഉണ്ട്, ഫാൻസാർക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെടുമായിരിക്കും എന്ന് തോന്നുന്നു. ഐ തിങ്ക് മോഹൻലാലുണ്ട്, ദിലീപേട്ടനുണ്ട്. ദിലീപേട്ടൻ വേറെ ലുക്കിൽ അതിനകത്ത് എഴുതി ഇപ്പോഴേ പറഞ്ഞേക്കാണ് ലോജിക്ക് ഇല്ല സിനിമയിൽ, മാഡ്നസ് ആണ്. അതിപ്പോഴേ ടീസറിലൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി അത് പൊക്കി ആൾക്കാരൊന്നും നിൽക്കല്ലോ. ഓക്കെ, അപ്പോൾ ഓക്കെ ഗൈസ്, നമുക്ക് വെയിറ്റ് ചെയ്യാം December 18. ഓക്കെ ഗൈസ്, ബൈ.